കർത്താവേ, ഈ നല്ല ഞായറാഴ്ചയ്ക്കായി നിനക്ക് നന്ദിയോട് സ്തോത്രം. നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ചേർന്ന് വരുന്നു. നിന്നെ ആരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങൾ അനുഭവിച്ച എല്ലാ അനുഗ്രഹത്തിനും എല്ലാ കരുണയ്ക്കുമായും ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവമായ കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാവണമേ. നിന്റെ മുഖം കണ്ട് സന്തോഷിക്കുവാനും ആനന്ദിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. ഞങ്ങളോട് കരുണ ചേരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു തമ്പുരാന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കുമാറാകണമേ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 20-ാമത്തെ പാട്ട് പാടി ക്രിസ്തീയ കീർത്തനങ്ങളിൽ 20-ാമത്തെ നൽകും. പരമദേവനിൻ വിലാസം അരുളിന്നേരമേ, കൃപ വളരും തീരമേ, കൃപ വളരും തീരമേ, കൃപ വളരും തീരമേ. കാരുണ്യാശ്രയേ പ്രതാപ സകല വന്ദിത സ്വപരമ ഉന്നത, സ്വപരമ ഉന്നത, സ്വപരമ ഉന്നത. സുരവര നരൻ നമിച്ചു വാഴ്ത്തും പരമനായക, നൽകരുണദായക, നൽകരുണദായക, നൽകരുണദായക. ഉന്നതത്തിൽ നിന്നെ കാക്കും ഒരു പരാപരാ, നൽകരുണയംബര, നൽകരുണയംബര, നൽകരുണയംബര. ദിനം ദിനം കനിഞ്ഞിറങ്ങുമെങ്ങളിൽ നീതിവാണനേ, സർവജീവപാലനേ, സർവജീവപാലനേ, സർവജീവപാലനേ. നിശ്ചയിച്ചിട്ടുള്ള 1-ാം പാഠം 2 രാജാക്കന്മാർ 23-ാം അധ്യായം മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 2 Kings chapter 23 verses 1 to 6. അനന്തരം രാജാവ് ആളയച്ചു. അവർ യഹൂദയിലും യെരൂശലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും അവന്റെ അടുക്കൽ കൂട്ടിവരുത്തി. രാജാവും സകല യഹൂദ പുരുഷന്മാരും യെരൂശലേമിലെ സകല നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും ആബാലവൃദ്ധം ജനമൊക്കെയും യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. യഹോവയുടെ ആലയത്തിൽ വെച്ച് കണ്ടുകെട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെല്ലാം അവർ കേൾക്കെ അവൻ വായിച്ചു. രാജാവ് തൂണിനരികെ നിന്നുകൊണ്ട് താൻ യഹോവയെ അനുസരിച്ച് നടക്കുകയും അവന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിന്റെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യാമെന്ന് യഹോവയുടെ മുൻപാകെ ഒരു നിയമം ചെയ്തു. ജനമൊക്കെയും ഈ നിയമത്തിൽ യോജിച്ചു. രാജാവ് മഹാപുരോഹിതനായ ഹില്ക്കീയാവിനോടും 2-ാം തരത്തിലുള്ള പുരോഹിതന്മാരോടും വാതിൽ കാക്കുന്നവരോടും ബാലിനും അശേരയ്ക്കും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും വേണ്ടി ഉണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ ആലയത്തിൽ യഹോവയുടെ മന്ദിരത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. യെരൂശലേമിന് പുറത്ത് കിദ്രോൻ പ്രദേശത്ത് വെച്ച് അവയെ ചുട്ട് ചാരം ബേഥേലിലേക്ക് കൊണ്ടുപോയി. യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിന്റെ ചുറ്റുമുള്ള പൂജാഗിരികളിൽ രൂപം കാട്ടുവാൻ യഹൂദ രാജാക്കന്മാർ നിയമിച്ചിരുന്ന പൂജാഗിരികളെയും ബാലനെയും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും ആകാശത്തിലെ സർവ്വ സൈന്യത്തിനും ധൂപം കാട്ടിയവരും അവൻ നീക്കിക്കളഞ്ഞു. പ്രതിഷ്ഠയെ അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന്
യെരൂശലേമിന് പുറത്ത് കിദ്രോൻ തോട്ടിങ്കിലേക്ക് കൊണ്ടുചെന്നു. കിദ്രോൻ താഴ് വീതിയിൽ വെച്ച് ചുട്ട് പൊടിയാക്കി. പൊടി സാമാന്യ ജനത്തിന്റെ ശവക്കുഴികളിൽ മേൽ ഇട്ട് കളഞ്ഞു. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കുന്നു. ഇന്നത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം യോഹന്നാനുണ്ടായ വെളിപാട് 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് റെവല്യൂഷൻ ചാപ്റ്റർ 1 സ്റ്റാർട്ടിംഗ് ഫ്രം വേഴ്സ് 1. യേശുക്രിസ്തുവിന്റെ വെളിപാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ വചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുൻപുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്നെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി ക്രിസ്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചു വരും. അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. ഇവിടെ പാഠം അവസാനിച്ചു. ധൂപം പോൽ പ്രാർത്ഥന സ്വീകരിക്കാജന അതുപോലെ ശുശ്രൂഷ കൈക്കൊള്ളുക. കടലിൽ യോനായി അരുളിയപ്പോൾ ആടിയാർക്കുത്തരം അരുളിയിടുക.
ശരീരം ധരിക്കുകയും യോഹന്നാനോട് മാമോദിസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ പുത്രനായി ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ സകല മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിശുദ്ധ ജഡം ധരിച്ച് കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കുന്നവനും തന്റെ പിതാവിനോടും ജീവനുള്ള തന്റെ വിശുദ്ധയോടും കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഏലായിസോൻ. കുറിയേലായിസോൻ. ഏലായിസോൻ. കുറിയേലായിസോൻ. ഏലായിസോൻ. കുറിയേലായിസോൻ. Thank
സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലീഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ്ലീഹായുടെയും കൽപ്പനകൾ വെടിപ്പോടും ശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആമേൻ. ശ്രീമാരുടെ ഒരു സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഉറപ്പിച്ച് പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം ന്യായം വിധിക്കുന്നവന് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രത്യാശകാലം ഭയത്തോട് കൂടെ കഴിപ്പീൻ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്ത ഇരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്ത്രങ്ങളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിയിക്കപ്പെട്ടവനും അവൻ മുഖാന്തരം നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെടുന്ന നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തിരിക്കുന്നു. എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിക്കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റ സ്നേഹിപ്പീൻ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗി എല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂ തീർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അത് ആകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പി. കാഴ്ചകളെടുത്ത് തന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ഹല്ലേലൂയ. കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളെ അറിവിനെയും ഞങ്ങൾക്ക് നീ സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ ഏവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യമായ ജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ പരിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകളെ ആചരിക്കുകയും നിന്റെ ദുരിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. നിന്നുള്ള കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെല്ലാവരും എല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഓശോ നാം അടക്കത്തോളം ഭയത്തോടും നമ്മുടെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ.
ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോടുകൂടി ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് അറിയിക്കുന്ന വിശുദ്ധ മത്തായി ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വന്നവനും വരുവാനിരിക്കുന്നവനുമാകപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവരക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ ഇപ്രകാരം പഠിപ്പിച്ചു. പ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനെ ഇവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ ചോദിക്കും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയും എന്ന് തീർത്തു പറയും. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഭാവവും പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മഞ്ഞുപോകാത്ത നല്ല മഹിമയും നേരമല്ല ഇപ്പോഴും നിരന്തരം കറിയിക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. കടങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ ക്ഷമിക്കുന്നവനും അശുദ്ധിയുള്ളവരെ ശുദ്ധീകരിക്കുന്നവനും അനുതാപികളെ കൈക്കൊള്ളുന്നവനും പാപം ചെയ്തു പോയവരുടെ തിരിച്ചുവരവിൽ ഇഷ്ടമുള്ള കുറ്റക്കാരുടെ രക്ഷയ്ക്കായി വാഞ്ചിച്ചിരിക്കുന്നവനും വിളിപ്പീ, ഞാൻ ഉത്തരം പറയുമെന്നും മുട്ടുവീൻ, ഞാൻ തുറന്നെന്റെ കൈ നിങ്ങൾക്ക് നീട്ടി തന്ന് നിങ്ങളുടെ കൃത്യങ്ങളും കുറവുകളും ക്ഷമിക്കുമെന്നും അരുളി ചെയ്തവരുമായതെനിക്ക്
ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. ശുദ്ധീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായിച്ചില്ലാതെയാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം വലിപ്പവും പെരുപ്പവുമുള്ള എന്റെ പാപങ്ങൾ, വിശ്വാസമുള്ള നിന്റെ സർവജനത്തിന്റെയും പാപങ്ങൾ നല്ലവരെ നിന്റെ സ്നേഹകാരുണ്യത്താൽ നീക്കി വായിച്ച് നീ ഞങ്ങളെ ദൈവമായ നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധി മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്നു മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന് നാഥനായി ഞങ്ങളുടെ കർത്താവായ കർത്താവേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നീ യോഗ്യതയുള്ളവരുമാക്കി തീർക്കുമാറാകണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും എല്ലാ നാളും ഞങ്ങൾക്കറിയേറ്റും. ദൈവമായ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ തന്നെ നോക്കി വിളിക്കുന്നവരിൽ നിന്നും സ്തുതിയാകുന്ന യാഗം കൈക്കൊള്ളുന്ന കർത്താവേ, പാപികൾ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ കഴിക്കുന്ന ഈ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ വിശുദ്ധ യാഗപീഠത്തിലേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും ജനത്തിന്റെ അതിക്രമങ്ങൾക്ക് വേണ്ടിയും ആത്മീയ കാഴ്ചകളും യാഗങ്ങളും നിനക്കർപ്പിക്കുവാൻ ഞങ്ങളെ നീ ശക്തീകരിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ യാഗം നിനക്ക് അംഗീകാരയോഗ്യമായി തീരുവാൻ ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. നല്ലവനായ നിന്റെ പരിശുദ്ധ റൂഹ ഞങ്ങളുടെ മേലും ഈ കാഴ്ചകളിന്മേലും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിന്മേലും വന്ന് അവസിക്കുമാറാകണമേ. അവനോടുകൂടെയും നിന്റെ പരിശുദ്ധ റൂഹായോടുകൂടെയും സ്തുതിയും ബഹുമാനവും ആധിപത്യവും എല്ലായ്പ്പോഴും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നും എന്നേക്കും ദൈവത്തിൽ നിന്നു നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേൻ എന്ന് ഉത്തരവായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു.
ആമേൻ. പുത്രൻ പരിശുദ്ധരാകുന്നു. ആമേൻ. ഏവരും വിശുദ്ധിയുള്ള റൂഹായും പരിശുദ്ധരാകുന്നു. ആമേൻ. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുൻപേ പിതാവിൻ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധരൂഹയാൽ കന്യമറിയാമേൽ ജഡധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടനനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുതപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെയും വരുന്നവനുമായ യേശു മിശിഹായ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്നും പുറപ്പെട്ട് പിതാവോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനിഷ്ഠമുള്ള ഏകറൂഹായിലും കത്തോലിക അപ്പോസ്തോലികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. മോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനും വരുവാനിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതും ആ സമയത്ത് സ്തോത്ര കാഴ്ച സ്വീകരിക്കുന്നതുമാണ്.
നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പരമപിതാവേ, നീ ഞങ്ങൾക്ക് തരുന്നതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കുമായിട്ടും ദൈവത്തിന് സ്തോത്രം. ദൈവതമ്പുരാനെ, ഞങ്ങളുടെ ജീവിതം അവിടുത്തെ ദാനമാണ്. ഞങ്ങളുടെ ആയുസ്സും ഞങ്ങളുടെ ആരോഗ്യവും അവിടുത്തെ ദാനമാണ്. ഞങ്ങൾക്കുള്ളതെല്ലാം അവിടുത്തെ ദാനമാകിൽ അവിടുത്തേക്ക് സ്തോത്രം. കർത്താവേ, ഇതിന് പകരം എങ്ങനെയാണ് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നത്? കർത്താവേ, ഏറ്റവും നന്ദിയോടെയും സ്തോത്രത്തോടെയും നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്ന കർത്താവേ, ഇത് ദൈവരാജ്യത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടി നീ ഉപയോഗിക്കണമേ. സകല കൃപകളാലും ഞങ്ങളെ നിറയ്ക്കണം, അനുഗ്രഹിക്കണം. യേശു മിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഈ അനുഗ്രഹീതമായിട്ടുള്ള നല്ല പ്രഭാതത്തിൽ പരിശുദ്ധമായ ആലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനും ഈ വിശുദ്ധ കുർബാനയിൽ പലയിടങ്ങളിലായി ഇരുന്നു കൊണ്ട് പങ്കുചേരുന്നതിനും ദൈവതമ്പുരാൻ നമുക്ക് തരുന്നതായിട്ടുള്ള ഈ നല്ല സാവകാശത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ആരാധന സംബന്ധിക്കുന്ന എല്ലാവർക്കുമായും ദൈവത്തിൽ സ്തോത്രം. ദൈവതമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളിൽ ദൈവതമ്പുരാൻ നമ്മളെ പരിപാലിക്കട്ടെ, സൂക്ഷിക്കട്ടെ. നമ്മുടെ ദേശത്തെയും നമ്മുടെ ഇടവകയും നമ്മുടെ ഭവനങ്ങളെയും ദൈവതമ്പുരാൻ രോഗത്തിൽ നിന്ന് വിടുവിച്ച് ആരോഗ്യം നൽകി ബലം നൽകി പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് ഇന്ന് സ്ലീഹ ഭാഗമായി വായിച്ച വേദഭാഗം 1 പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളെ കുറിച്ചാണ് ധ്യാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ആ ഭാഗം ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് വായിക്കുകയാണ്. 1 പത്രോസ് 1:13 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 24 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിക്കുന്നു. കിടന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗി പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂ വിതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ നല്ല ദൈവമേ, ദൈവവചനത്തിന്റെ മുൻപാകെ ഇരിക്കുവാൻ, ദൈവവചനത്തിന്റെ സന്ദേശങ്ങൾ കേൾക്കുവാൻ നീ ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് നിനക്ക് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ഈ വചനത്തിന്റെ അർത്ഥങ്ങളെ ഗ്രഹിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ വചനം പറയുന്നത് പോലെ ജീവിക്കാൻ ആവശ്യമായുള്ള പ്രാപ്തിയും ബലവും ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, നിന്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപമായി, ഞങ്ങളുടെ പാതയ്ക്ക് വെളിച്ചമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങളും നിനക്ക് പ്രസാദകരമായി തീരണമേ. യേശു തമ്പുരാന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ. ആമേൻ. ആമേൻ. ഒന്ന് പത്രോസ് 1-ാമത്തെ അധ്യായം 13 വാക്യങ്ങളാണ് നാം വായിച്ചത്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ വളരെ കൃത്യമായി വിശ്വാസികളോട് പറയുന്നതായിട്ടുള്ള ഒരു കാര്യം ഇമിറ്റേറ്റ് ഗോഡ് എന്നുള്ളതാണ്. ബി ഹോളി ആസ് യുവർ ഗോഡ് ഈസ് ഹോളി. നിങ്ങൾ ദൈവത്തെ അനുകരിപ്പീൻ, ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവീൻ എന്ന ആമുഖത്തോടെയാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് തന്നെ. So God's holiness demands the holiness of the faithful. ദൈവം വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് തന്നെ വിശ്വാസികളും ഭക്തരുമായിട്ടുള്ളവരും വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ രണ്ട് വഴികളിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. Two ways to which our lives can be directed. രണ്ട് വഴികൾ. ഒന്ന്, the way towards the imperishable things. അതാണ് പത്രോസ് പറയുന്നത്. ഒന്നാമത്, നശ്വരമായ അഴിഞ്ഞു പോകുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ശ്രദ്ധ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ അപ്പോസ്തലൻ വളരെ കൃത്യമായി പറയുന്നു എന്താണ് ഇംപെറിഷബിൾ തിങ്സ്. വാക്യം എടുത്ത് പറയുകയാണ്, അത് ഗോൾഡ് ആൻഡ് സിൽവർ, വെള്ളിയും പൊന്നും അഴിഞ്ഞു പോകുന്നത്. ജീവിതത്തിൽ അഴിഞ്ഞു പോകുന്ന നശ്വരമായിട്ടുള്ളവയിൽ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഏകാഗ്രമാക്കരുത്. നമ്മുടെ ജീവിതത്തിന്റെ സമ്പാദ്യങ്ങൾ, പണം, പ്രശസ്തി, സ്വാധീനങ്ങൾ, ഇവയിൽ ജീവിതത്തെ ശ്രദ്ധിക്കുവാൻ, ഏകാഗ്രപ്പെടുത്തുവാൻ ഇടവരരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് the way towards the imperishable things. നശ്വരമല്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഏകാഗ്രമാക്കാം. അതൊരു വഴിയാണ്, ഒരു സാധ്യതയാണ്. That is another possibility. എന്താണ് അനശ്വരമായ കാര്യങ്ങൾ, എന്താണ് അഴിഞ്ഞു പോകാത്തവ? അത് രണ്ടാണ് എന്ന് വളരെ കൃത്യമായി പത്രോസ് ശ്ലീഹ വളരെ വ്യക്തതയോടെ പറയുന്നു. ഒന്ന്, the word of God. ദൈവത്തിന്റെ വചനം, അതിന് മാറ്റമില്ല, അത് നശിക്കാത്തതാണ്, അത് അഴിഞ്ഞു പോകാത്തതാണ്. രണ്ട്, നശിക്കാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് the redeeming act of Christ on cross. ക്രൂശിലെ ക്രിസ്തുവിന്റെ രക്ഷണീയ പദ്ധതി, രക്ഷണീയ പ്രവൃത്തി, അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അതിന്റെ രക്ഷ, അത് സമ്മാനിക്കുന്ന രക്ഷ നഷ്ടപ്പെട്ടു പോകാത്തതാണ്. പത്രോസ് പറയുന്നു, രണ്ട് സാധ്യതകളാണ് നമ്മുടെ ജീവിതത്തിന് മുൻപിലുള്ളത്. Either we can direct our lives towards the imperishable things, അതല്ലെങ്കിൽ perishable things. നശ്വരമായവയിലേക്ക് ഒന്നുകിൽ നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കാം, അതല്ല എങ്കിൽ അനശ്വരമായതിലേക്ക് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഏകാഗ്രമാക്കാം. എന്നാൽ ഏത് തെരഞ്ഞെടുക്കണമെന്നുള്ളത് ഇറ്റ് ഈസ് അവർ ചോയ്സ്. പക്ഷെ അതിന്റെ ഒരു നന്മയും തിന്മയും പത്രോസ് പറയുന്നു. നിങ്ങൾ അനശ്വരമായതിനെ തെരഞ്ഞെടുത്താൽ എന്താണ് അതിന്റെ നന്മ എന്നറിയാമോ? If you are setting your hearts on the imperishable things, you will endure. നിങ്ങൾ നിലനിൽക്കും. അനശ്വരമായതിലാണ് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ദൈവവചനത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിലനിൽക്കും എന്ന സന്ദേശമാണ്
ഈ ഭാഗത്ത് പത്രോസ് ആദ്യമേ നൽകുന്നത്. അതുകൊണ്ട് പത്രോസ് വളരെ കൃത്യമായി അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നു, ഡിപ്പെൻഡ് ഓൺ ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുവിൻ. വളരെ പ്രാധാന്യത്തോടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നിലനിൽക്കുന്ന, മാറ്റമില്ലാത്ത, അഴിഞ്ഞു പോകാത്ത ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുവിൻ. ഇതിനോട് ചേർന്ന് പത്രോസ് പറയുകയാണ്, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നവന് വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. ഹോളിനെസ്. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവന് വിശുദ്ധി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വിശുദ്ധി ഉള്ളവർക്ക് they can build up a new community. ഒരു നല്ല സമൂഹത്തെ രൂപപ്പെടുത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. A community of mutual love and of mutual support. പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം കരുതുന്ന നല്ലൊരു സമൂഹത്തെ രൂപപ്പെടുത്താൻ കഴിയുന്നത് വിശുദ്ധിയുള്ള ഒരു സമൂഹത്തിനാണ്. അതുകൊണ്ട് ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവർക്കുള്ള നന്മ ഏതാണ്? വിശുദ്ധിയിൽ അടിസ്ഥാനപ്പെട്ട ഒരു നല്ല കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാൻ അവർക്ക് കഴിയും. നിങ്ങൾ നോക്കൂ, ഒരു കമ്മ്യൂണിറ്റി ലീവിങ്ങിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇവയൊക്കെയാണ്. പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ബഹുമാനിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, അവരവർ വിശുദ്ധരായി അവരവരുടെ ജീവിതത്തെ സൂക്ഷിക്കുക. ഓൾ ദീസ് ആർ ഇൻഗ്രീഡിയൻസ് ഫോർ എ ഗുഡ് കമ്മ്യൂണിറ്റി ലീവിങ്. ഒരു നല്ല സമൂഹ ജീവിതത്തിന്റെ ഘടകങ്ങളാണ് ഇവയെല്ലാം. പരസ്പരം സ്നേഹിക്കുന്നതും, പരസ്പരം ബഹുമാനിക്കുന്നതും, ദൈവത്തെ സ്നേഹിക്കുന്നതും, ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതും ഒക്കെ ഒരു നല്ല കമ്മ്യൂണിറ്റി ലീവിങ്ങിന്റെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ പത്രോസ് പറയുന്നു, ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവന് ഇത് നടക്കും, സാധിക്കും. നല്ല വിശുദ്ധിയുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവന് സാധിക്കും എന്ന് പത്രോസ് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഇൻഡിവിജ്വലിസത്തിൽ, വ്യക്തിഗത താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു കാലത്തിലാണ്, സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത്. എന്ത് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? വാട്ട് ക്യാൻ ഐ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്? എന്ത് ചെയ്താലും എനിക്ക് എന്ത് കിട്ടും? ഞാൻ അതങ്ങനെ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഞാൻ അവിടെ പോയാൽ എനിക്ക് എന്ത് കിട്ടും? ഇതെല്ലാം നമ്മുടെ ഉള്ളിലെ ചോദ്യങ്ങളാണ്. എന്നാൽ ഇത്തരം ഒരു നിലപാട് ദൈവത്തിന് സ്വീകാര്യമായ നിലപാടല്ല. വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെക്കാളിൽ കൂടുതലും ഒരു സമൂഹത്തിന്റെ നന്മയും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. എക്സ്പീരിയൻസിൽ, അനുഭവങ്ങളിൽ, അതിന്റെ സൗന്ദര്യത്തിൽ സന്തോഷിക്കുന്നവനാണ് ദൈവം. ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിൽ ദൈവം തമ്പുരാൻ സന്തോഷം കണ്ടെത്തുന്നവനാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഇഷ്ടമാണ്. എന്നാൽ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നത് അതിലും ഏറെ ഇഷ്ടമാണെന്നാണ് എന്റെ വിചാരം. പ്ലൂറാലിറ്റിയിൽ, അതിന്റെ ഭംഗിയിൽ, അതിന്റെ സൗന്ദര്യത്തിൽ ഇഷ്ടപ്പെടുന്നവനാണ് ദൈവം. നിങ്ങൾ നോക്കൂ, കർത്താവ് തമ്പുരാൻ തന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറയുന്നത് എങ്ങനെയാണ്? Our Father who art in heaven. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞങ്ങൾ എന്ന് പറയുന്നതിനാണ് സ്ട്രെസ്. മൈ ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ. അങ്ങനെയല്ല പ്രാർത്ഥന ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാൻ, നല്ല കമ്മ്യൂണിറ്റി, ഹോളിനെസ്സിൽ അടിസ്ഥാനപ്പെട്ട ഒരു നല്ല കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാൻ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നവന് സാധിക്കും. ഈ എങ്ങനെയാണ് ഒരു നല്ല കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ ലേവ്യ പുസ്തകം വായിച്ചാൽ കുറച്ചുകൂടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുമെന്നാണ് എന്റെ വിചാരം. ഒരു ഹോളിനെസ് കോഡ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് വർത്തിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എന്താണ് ഭക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ഇതെല്ലാം വളരെ പക്കയായി ഈ ലേവ്യ പുസ്തകം 17 മുതലുള്ള അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹോളിനെസ് കോഡ്. ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാൻ
ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നവന് സാധിക്കും എന്ന് പത്രോസ് വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പത്രോസ് ഒന്നാമത് നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുവിൻ. 2, നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നവന് വിശുദ്ധിയിൽ അടിസ്ഥാനപ്പെട്ട ഒരു നല്ല കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ധ്യാനം അവസാനിപ്പിക്കും. ദൈവവചനം അതിൽ ആശ്രയിക്കുന്നവന് ഒരു പുതിയ ജീവിത സാധ്യമാണ് എന്നുള്ളതാണ്. ഒരു പുതിയ ജീവിതം സാധ്യമാണ്. ഹീസ് എൻറ്ററിങ് ഇൻ ടു എ ന്യൂ ലൈഫ്. ദൈവവചനത്തെ ആശ്രയിക്കുന്നവന് ഒരു പുതിയ ജീവിതം സാധ്യമാണ്. നിങ്ങൾ നോക്കൂ, ഈ പഴയ ക്രമത്തിൽ നിന്നും പുതിയ ക്രമങ്ങളിലേക്ക് ഉള്ള യാത്രയാണ് ദൈവവചനം അനുസരിക്കുന്നവന് ദൈവം സമ്മാനിക്കുന്നത്. പത്രോസിന്റെ ഒരു പ്രസംഗം കേട്ടിട്ട് 3000 പേർ അവരുടെ പഴയ ജീവിത ക്രമങ്ങൾ വിട്ട് മനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വന്നു എന്ന് നാം തിരുവചനത്തിലൂടെ വായിക്കുന്നു. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് നമ്മളിൽ രൂപാന്തരം വരുത്താൻ ബലമുള്ളതാണ്. വളരെ മാറ്റങ്ങൾ വരുത്താൻ, ട്രാൻസ്ഫോർമേഷനെ നമ്മളെ സഹായിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. കാരണം ദൈവത്തിന്റെ വചനത്തിന് അതിൽ തന്നെ ജീവനുണ്ട്, അതിൽ തന്നെ ജീവൻ നൽകാൻ ബലമുണ്ട്, നമ്മളിൽ മാറ്റം വരുത്താൻ ബലമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പുതിയ ഒരു ജീവിത ക്രമങ്ങളിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ വചനം അതെല്ലാം ഇപ്പോഴും നമ്മളെ നവീകരിക്കുന്നതാണ്, എപ്പോഴും. ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ ഒരു പ്രമാണമാണ്. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുകയും അടിസ്ഥാനപ്പെടുകയും ചെയ്യുന്നവർക്ക് വിശുദ്ധിയിൽ അടിസ്ഥാനപ്പെട്ട നല്ലൊരു സമൂഹത്തെ രൂപപ്പെടുത്താൻ പറ്റും. ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നവന് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് സാധിക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ നവീകരിക്കാം. ഈ മാറ്റമില്ലാത്ത, അഴിഞ്ഞു പോകാത്ത, അനശ്വരമായ ദൈവവചനത്തിൽ ആശ്രയിക്കാൻ ജീവന്റെ പങ്കുകാരാവാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാം. ഒരാൾക്ക് പ്രാർത്ഥിക്കാം. Let's close our eyes for a word of prayer. Heavenly Father, we thank you for this morning you've given us once again to gather in your presence. Lord, we thank you for each and every day you have given us, each and every day for the wonderful way you have led us. Thank you, Lord, for bringing us together once again to bow down, to pray, to worship, and to thank you, Lord. Lord, we thank you for every opportunity you have been giving us, Father. Months back, Father, we used to gather together as a routine in the church to worship you, to look up to you in the altar, Father. Today, our Lord, the circumstances are different. But yet, Lord, you have given us this opportunity to come together, turning each house into a church and looking up to the altar, to the Holy of Holies, to worship and pray to you. Thank you, Lord, for the wonderful ways you have led us thus far. We submit each and every member of our church into your presence, Father. We submit each and every one their needs and requirements into your presence for your blessings, Father. And we thank you for that, Father. We thank you for Achan, for the message he has given us today, Father. Father, we are reassured once again, Father, that we can trust the word you have given us to study, Father, and through which we can imitate you, Father. Oh Lord, we have a long way to go, Father. But help us to trust your word, that your redeeming act shows and gives us the pathway to that immortality which you have assured us, Father, through your word, Father. Oh Lord, help us to choose the path which is imperishable, Father. Help us to choose the path which is always favorable to you, Father. May our walk of life be pleasing to you, Father. Father, help us to look up to you and through your word
Change our unworthy lives, Father, and make it worthy and pleasing in your sight, Father. Forgive us, Lord, of all our shortcomings and deliver us from all evil, Father. We thank you once again for the word you have given us, Father. Bless each one of us, Father. Father, this time we pray once again for this COVID pandemic, which is affecting each and every part of the world, Father. We pray for Bangalore too, Father, where the cases are rising each and every day, Father. And Lord, we thank you for keeping each one of us protected, Father. And we look up to you, Father, to know that with our bent knees and our bowed heads, Father, you will hear our prayers, Father. Bless each one of us. Bless the congregation. Bless the family members. Bless all their near and dear ones. Thank you, Lord, once again in hearing our prayers. In Jesus' name we pray. Amen. Amen. കർത്താവിന്റെ മേശയിൽ സംബന്ധിക്കാൻ താല്പര്യത്തോടെ ഒരുങ്ങി വന്നിട്ടുള്ളവർ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. കുംഭസാരത്തിന്റെ പ്രാർത്ഥന എന്റെ പിന്നാലെ ഏറ്റുചൊല്ലുകയും ചെയ്യാം. സർവശക്തിയുള്ള ബാവാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തന്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മിശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തുപോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവെ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിന്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി തങ്ങളുടെ പാപങ്ങളെ ദൈവതമ്പുരാന്റെ സന്നിധിയിൽ മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പരമകാരുണ്യവാനായ ദൈവതമ്പുരാൻ മനസ്സിലിഞ്ഞ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഇനിമേലാൽ പാപം കൂടാതെ ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. അതൊക്കെ വേണം, ഇത് തുടങ്ങുന്നല്ല. ഇപ്പോഴത്തെ ആമീനായി പറഞ്ഞു അച്ഛൻ പറയുന്നതിന്റെ അവസാനം. എന്റെ സഹോദരങ്ങളും പ്രധാനികളുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പീൻ. കർത്താവേ, നിൻ വാതിൽ മുട്ടുന്നു. ആഴിയങ്ങൾ നിന്നാനെ
സകലത്തിന്റെ ദൈവവും കർത്താവുമായുള്ളവരാകുന്ന ഞങ്ങൾ വഞ്ചന കൂടാത്തവരും സ്നേഹബന്ധത്തിൽ ഐക്യപ്പെട്ടവരുമായി വിശുദ്ധവും ദൈവികവുമായി ചുംബനം കൊണ്ട് അന്യോന്യ സമാധാനം കൊടുപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്നേനും തത്വത്തിൽ നിന്നോട് ഏകച്ചുള്ളവരുമായി നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവേ, മഹോന്നതങ്ങളിൽ അത് വസിക്കുകയും താണ കാര്യങ്ങളെ കടാക്ഷിക്കുകയും ചെയ്യുന്നവൻ നീ മാത്രമായിരിക്കുകയാൽ നിന്റെ സന്നിധിയിൽ തങ്ങളുടെ കഴുത്തുകൾ വണക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ അയച്ച് നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവരോട് നിന്റെ പരിശുദ്ധ റുഹായോടും കൂടെ സ്തുതിയും ബഹുമാനവും ആധിപത്യവും എന്നേക്കും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. വിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ സൂക്ഷിക്കണം. സകലത്തിന്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളുമായിരിക്കണം. ദൈവമായ കർത്താവിൽ അവയാകുന്നു. സൃഷ്ടിയുടെയും നിർമ്മാതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും സത്യമായ യോഗ്യവും ന്യായവുമാകുന്നു. ശരീരികളും അശരീരികളുമായ വാനസേനകളാകുന്ന സൂര്യനും ചന്ദ്രനും സകല നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയമായ യെരൂശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതന്മാരായ മാലാഖമാരും പ്രധാന മാലാഖമാരും റീഷ്ണുവാസന്മാരും സുൽത്താനന്മാരും മൗദ്ബേനന്മാരും മാറാവാസന്മാരും ഹൈലേന്മാരും കണ്ണുകൾ വളരെയുള്ള ക്രൂബേന്മാരും കാലുകളും മുഖങ്ങളും മൂടിക്കൊണ്ട് അന്യോന്യം പറന്ന് ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്തുപാടി ചൊല്ലുന്ന ആറാറിച്ചുള്ള ശ്രാഫേന്മാർ സ്തുതിക്കുന്നവനെ നാമും സ്തുതിക്കണം. കുയനാൻ ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവൻ പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു. കർത്താവേ നീ വാഴ്ത്തേണമേ. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർ കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് അരുളി ചെയ്തു. ആമേൻ.
കാസായേം അവനെടുത്തു. കർത്താവേ നീ വാഴ്ത്തേണമേ. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവീൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. നിന്റെ മരണത്തെയും കബറടക്കത്തെയും മൂന്നാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തുള്ളൊരുപ്പിനെയും ഭൂലോകത്തെ നീതിയോട് നിവേദിച്ച് അവനവന്റെ ക്രിയകൾ പോലെ എല്ലാവരും പ്രതിപകരം ചെയ്യുന്നതുമായ നിന്റെ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. ഇത് നിമിത്തമായി രക്തം കൂടാത്ത യാഗമാകുന്ന ശുശ്രൂഷ നിനക്ക് ഞങ്ങൾ അണയ്ക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങൾ പോലെ ഞങ്ങളോട് ചെയ്യരുതേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്കു തക്കവണ്ണം ഞങ്ങളോട് പകരം ചെയ്യരുതേ. എന്നാലോ നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഈ സമയത്ത് നിന്റെ ജനവും നിന്റെ അവകാശവുമാകുന്ന ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ, ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളോട് ഉത്തരം അരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരം അരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരം അരുളി ചെയ്ത് ദേവോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുരിയേലായിസോൻ, കുരിയേലായിസോൻ, കുരിയേലായിസോൻ. ഈ അപ്പം നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരമായിരിപ്പാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ആമേൻ. ഈ കസ്താരുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, കൈക്കൊള്ളുന്നവരുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും നിന്റെ തിരുസഭയുടെ സ്ഥിരതയ്ക്കായി സൽക്രിയകളാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിനായി നീ ശുദ്ധീകരിക്കണമേ. വിശ്വാസമാകുന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും പാതാളവാതിലുകൾ ജയിക്കാത്തതുമായ തിരുസഭയെ സ്ഥിരപ്പെടുത്തി വേദവിപരീതക്കാർ മുഖാന്തരമുള്ള ഇടർച്ചകൾ അവസാനത്തോളം അതിനെ രക്ഷിക്കണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നിന്റെ സഭ കരേറ്റും. ഓ ശോഭകുലസ്ബാൻ ആമേൻ.
കർത്താവെ, നാല് ഭാഗങ്ങളുള്ള വിശുദ്ധ സഭയെ മേച്ചു ഭരിക്കുന്ന സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പോലീത്തൻ, ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്തായും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെരേന്ത്യ ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗീവർഗീസ് മാർ തിയോഡോഷ്യോസ് സഫർഗൻ മെത്രാപ്പോലീത്തായും യോവാക്കീം മാർ കൂറിലോസ്, ജോസഫ് മാർ ബർണബാസ്, തോമസ് മാർ തിമത്യോസ്, ഐസക് മാർ ഫെലിക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെ, കശീഷന്മാർ ഷമാഷന്മാർ മുതലായി പട്ടത്വത്തിനടുത്ത് എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ രൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടി കൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. കർത്താവേ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്ങൾ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജതന്ത്രന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായ ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴെ അവരെ നടത്തണമേ. കർത്താവെ, ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിനു യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചവളും ആയ വിശുദ്ധ കന്യക മറിയാമിനെയും ശുദ്ധിമാന്മാരെയും നിവ്യന്മാരെയും ശ്ലീഹന്മാരെയും അറിയിപ്പുകാരെയും ഏവൻഗേലിയോസ്തന്മാരെയും സഹദയന്മാരെയും മൗദ്യാന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവരുടെ പിന്നടിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവെ, എനിക്കായാലും കുസ്തന്തിനോസ് പോലീസിലും എഫസൂസിലും ഉണ്ടായ 3 സുന്നഹദോസുകളെയും അവരുൾപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവരുടെ സത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാൾ നീ അർപ്പിച്ച അനുഗ്രഹമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപൂർത്തിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. ദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വാതിൽ മുട്ടുന്നു. ഹല്ലേലൂയ, പ്രാർത്ഥനയിൽ നാദമെങ്ങളുടെ പാരയ്ക്കുമോ കൂരിയേലായിസോ. നല്ലവനേ, കേട്ടു യാചനകൾ. ഹല്ലേലൂയ, നൽകണമേ നിൻ കാരുണ്യത്താൽ
സകലത്തിന്റെയും ഉടയവനായ കർത്താവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തന്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുമുള്ള തന്റെ റൂഹായി നാം സ്തുതിക്കുകയും ചെയ്യണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, നിന്റെ തൃക്കൈയിൽ ഞങ്ങളുടെ ജീവനെ ഞങ്ങൾ പരമേൽപ്പിച്ച് അനുഗ്രഹങ്ങൾ ഇരക്കുന്നു. നല്ലവനെ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പ്രാർത്ഥിക്കാം. ഈ നല്ല ഞായറാഴ്ച കാലം ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാൻ ദൈവം നൽകിയ എല്ലാ അവകാശങ്ങൾക്കുമായും ദൈവത്തിന് നന്ദി പറയാം. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളെയും നമുക്ക് ഓർക്കാം. എല്ലാറ്റിനുമായും ദൈവത്തിന് കൊടാനുകോടി സ്തോത്രം. നമ്മുടെ കുറവുകളെ ദൈവം ഭാഗം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പിഴവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ മുറ്റുമായും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇടവകയിലെ എല്ലാ ഭവനങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകാൽ വാർദ്ധക്യത്തിലും രോഗത്തിലുമൊക്കെ ആയിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ ആശ്വാസം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. സ്വദേശത്തും വിദേശത്തുമായിരിക്കും നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ അനുഗ്രഹീതരായി വളരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും ഓർക്കാം. ഇടവകയിലെ എല്ലാ സംഘടനകളെയും ദൈവമേ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ഈ കർണാടക സംസ്ഥാനത്തെ ഓർക്കാം. കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ മഹാവ്യാധിയിൽ നിന്ന് ലോകത്തെ നീ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഭാരത രാജ്യത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 74 വർഷക്കാലം സ്വാതന്ത്ര്യത്തിന്റെ അനുഭവങ്ങൾ, നന്മകൾ നമുക്ക് അനുഭവിപ്പാതെ കൊണ്ടും സ്വർഗം സഹായിച്ചല്ലോ. ദൈവത്തിന് നന്ദി പറയാം. ഭാരതത്തെ നയിക്കുന്ന നേതൃത്വത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി, മന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ, രാഷ്ട്രപതി, മറ്റു ഉദ്യോഗസ്ഥർ എല്ലാവരെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദേശത്തെ ദൈവകൃപയോടെ നയിപ്പാനുള്ള ബലം കർത്താവേ നീ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ മെത്രാപോലിത്ത തിരുമേനി, മെത്രാപോലിത്ത തിരുമേനി, സഫ്രഗൻ തിരുമേനി, തിരുമേനിമാർ, പ്രിയ പട്ടക്കാർ, പ്രിയ സുവിശേഷകർ, വിശ്വാസ സമൂഹം എല്ലാവർക്കായും ദൈവത്തോട് പ്രാർത്ഥിക്കാം.
നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ഈ ഒരാഴ്ചക്കാലം നമ്മൾ ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും, എല്ലാ ജോലി മേഖലകളിലും, ശുശ്രൂഷ രംഗങ്ങളിലും ദൈവത്തിന്റെ അളവറ്റ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. രോഗത്തിന് ശാന്തി തരണമെന്ന് പ്രാർത്ഥിക്കാം. മനസ്സിന് സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ ഏത് ആവശ്യങ്ങളെയും, ഏത് ആഗ്രഹങ്ങളെയും, ഭാരങ്ങളെയും ഈ പരിശുദ്ധമായ ദിവസം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ശാന്തമായി നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. റോബന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും ശ്രാഫേന്മാരാൽ ശുദ്ധീകരിക്കപ്പെടുന്നവനും വിവേകമുള്ള സൈന്യങ്ങളിലെ ആയിരങ്ങളാലും പതിനായിരങ്ങളാലും പുകഴ്ത്തപ്പെടുന്നവനും സൗരഭ്യത്തിനായി തനിക്കണക്കുന്ന വഴിപാടുകളെയും പൂർണ്ണ ഫലങ്ങളെയും ശുദ്ധീകരിച്ച് പൂർത്തി വരുത്തുന്നവനുമായി ഞങ്ങളെ കർത്താവേ മിശിഹായുടെ പിതാവായ ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തോടും ലജ്ജകൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ എന്ന് നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയില്ലാത്തതും സ്വയംഭൂവായിരിക്കുന്നതും ആദ്യന്തമില്ലാത്തതും മധ്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകമായിരിക്കുന്നതുമായ ത്രിത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ള തത്വമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. വിശുദ്ധകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറുഹായും പരിശുദ്ധനാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെയാകുന്നു. ആമേൻ. എന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. യുടെ വിലയേറിയ പിതാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നവനുമായ ജീവന വിശുദ്ധിയുമുള്ള ഗുരുഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. വസുധനാമായിടുവാൻ ജീവികളായി നടന്ന പോഴുവതേ ശിച്ചിട്ടുള്ളവരാ പുണ്യ പിതാക്കളെ പ്രാർത്ഥന കാഴ്ചകളൊക്കെയിലും ഓർത്തവരെ പിന്തുടരേണം ദേവാ. സുതരാഗരെ മോക്ഷേരനുകൂലമാക്കും നാഥ
അനുഗ്രഹിച്ചെങ്ങളെ തുണക്കേണമേ. കുരിയേലായിസോ കുരിയേലായിസോ കുരിയേലായിസോ. എന്റെ സഹോദരങ്ങളും പ്രധാനികളുമേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്നത് പോലെ കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. ബാറോയ്ക്കുമാ നിങ്കൽപ്പനയാൽ മരണം അധികാരം ചെയ്തു. എല്ലാ സ്തോത്രം സ്വന്തം മരണത്താൽ ഞങ്ങൾക്ക് ജീവൻ നൽകിയ ദൈവപുത്ര, ഞങ്ങൾ ശബ്ദമുയർത്തി നിനക്ക് സ്തുതി പാടുവാൻ മണ്ണിൽ നിന്ന് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവം വന്യനും സ്തുത്യനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരേക്കും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ എന്നേക്കുമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനമുണ്ടാകുമാറാകണമേ. കർത്താവേ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലത് കരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ എന്നേക്കും തിരുസന്നിധിയിലുള്ള മുഖപ്രസാദത്തിനുമായി ഗാഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതില്ലാത്ത തിരുശരീര രക്തങ്ങൾ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ ഈ കൂട്ടത്തെ വാഴ്ത്തണമേ. ആദിവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും മേൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഇരിക്കും. ദൈവത്തിന്റെ ആർദ്ര കരുണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ. പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽത്തായി വെച്ച് മുറിക്കപ്പെട്ട നമ്മുടെ കർത്താവേ ശിമിശിഹായുടെ തിരുശരീരം ശരീരത്തിന്റെയും ആത്മാവിന്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നതിന്റെ ഓർമ്മയ്ക്കായി സ്തോത്രത്തോടുകൂടെ കൈക്കൊള്ളുക.
കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗോൽ താങ്ങി വെച്ച് ചിന്തപ്പെട്ട നമ്മുടെ കർത്താവേശുമിശിഹായുടെ രക്തം ശരീരത്തിന്റെയും ആത്മാവിന്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നതിന്റെ ഓർമ്മയ്ക്കായി സ്തോത്രത്തോടുകൂടെ കൈക്കൊള്ളുക. വേഷം എടുത്ത നിൻ ിടത്തിൽ നീ ഓർത്തു വാഴ്ത്തിയിടുന്നു. മലമുകളിൽ നടന്നു പോയോരേ പാദം രണ്ടും പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിയിടുന്നു. മലമുകളിൽ നടന്നു പോയോനേ തൃപ്പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിയിടുന്നു ഞാൻ. നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേശുമിശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ചതായതൊരു ശരീരവും ഞങ്ങൾ പാനം ചെയ്തതായതൊരു രക്തവും ഞങ്ങൾക്കാർക്കും ശിക്ഷാവിധിക്കും പ്രതിപകരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷകമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഭൂലോകം മുഴുവനും നിന്നെ മുട്ടുകുത്തി വന്ദിക്കും. സകല നാവും നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും അവരുടെ പ്രത്യാശയും നീയാവുകൊണ്ട് ഞങ്ങളോടുള്ള നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ നിന്റെ കരുണയുടെ ബഹുനിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതൊരു ശരീര രക്തങ്ങൾ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടരുതേ. നിന്റെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ടും ആദ്യമുള്ള നിന്റെ സകല പരിശുദ്ധന്മാരുടെ കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കണമേ. നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി സ്വർഗം ജയിച്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതവനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇടപെടാതെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ.
ആമേൻ. ബാറയ്ക്കുമാർ. അലിവു നിറഞ്ഞ ബലവാനേ, അനുഗ്രഹമെങ്ങൾ കേകണമേ. നല്ല പ്രയോജനമുള്ളവരായി നടത്തിയിടണമേ അടിയാരേ. കരുണ നിറഞ്ഞ പിതാവേ, നൽ ആശിസുകളിൻ സാഗരമേ, ഞങ്ങളണയ്ക്കും ശുശ്രൂഷ കൈക്കൊള്ളണമേ കർത്താവേ. കർത്താവേ, തിരുസന്നിധിയിൽ ശുശ്രൂഷ ചെയ്ത ദാസന്റെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് നിന്റെ ഇടവേള കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ വാഴ്കൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി നിന്റെ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. സഹോദരങ്ങളും പ്രധാനികളുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന കൃപകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വവുമുള്ള ത്രിത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന് ജയം നൽകുന്ന സ്ലിബയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായാൽ മുദ്രയിടപ്പെട്ടിട്ടുള്ളവരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. പാപിയും ബലഹീനനുമായ ദാസൻ എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണകളും സഹായങ്ങളും ലഭിക്കേണ്ടതിന് നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്താലേ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. കർത്താവ് നിന്റെ ശുശ്രൂഷയെക്കൊണ്ട് നിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ജന്മദിന സ്തോത്ര പ്രാർത്ഥനയ്ക്ക് ആരെങ്കിലും ഒരുങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, വിവാഹ വാർഷികം ആരെങ്കിലും ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ മുന്നോട്ട് വരാം, പ്രാർത്ഥിക്കുന്നതാണ്. ദൈവമായ കർത്താവേ, നീ ഞങ്ങൾക്ക് തരുന്നതായിട്ടുള്ള ഈ ജീവിതത്തിനായ സ്തോത്രം. ദൈവം തമ്പുരാനെ, ഞങ്ങളുടെ ഈ ആയുസ് നിന്റെ ദാനമാണല്ലോ. അനുഗ്രഹീതരായിട്ടുള്ള മാതാപിതാക്കളിലൂടെ ജനിച്ചു വളരാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ നല്ല ജീവിതത്തിനായ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അവരിലൂടെ ദൈവത്തിന്റെ വഴിയിലൂടെ വളരുവാൻ ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത് അവിടത്തേക്ക് മഹത്വം. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ദൈവമേ, ദൈവത്തിന് സ്തോത്രം. ഈ മക്കളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, കുടുംബ ജീവിതത്തിൽ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്. അവരെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ താഴ്ത്തി തരുന്നു. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവകൃപയോടെ കുടുംബജീവിതം അനുഭവിപ്പാൻ തക്കവണ്ണം നീ മക്കളെ ഒരുക്കിയത് കൊണ്ട് അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ നീ അവരെ സഹായിക്കുന്നത് കൊണ്ട് നിനക്ക് നന്ദിയോട് സ്തോത്രം. പുതിയ വർഷം എല്ലാ നന്മകളാലും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന മക്കളുണ്ട്. അവരുടെ ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്. പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിൽ ഞങ്ങൾ താഴ്ത്തി സമ്പൂർണമായും ഏൽപ്പിക്കും. ദൈവമേ, ഇവരെയും ഭവനങ്ങളിലായിരിക്കുന്നവരെ നീ ഒരുപോലെ അനുഗ്രഹിക്കണമേ. പുതിയ വർഷം ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ സഹായിക്കണമേ. രോഗത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒക്കെ വിടുവിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. വിവാഹ വർഷികത്തിൽ കർത്താവെ, പുതിയ വർഷത്തിലെ കുടുംബമായി പ്രവേശിക്കുന്നവരുണ്ട്. ഇവരോടൊപ്പം കർത്താവെ, ഭവനങ്ങളിലായിരിക്കുന്നവരെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ തരുന്നു. നീ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബ ജീവിതത്തിൽ നീ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. പുതിയ വർഷം ഏറെ നന്മ കൊണ്ട് ഇവരെയും അവരെയും നീ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. സകല കൃപകളാലും നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. നീ ഞങ്ങൾക്ക് തരുന്ന ആയുസ് സന്തോഷത്തോടെ ജീവിപ്പാൻ സഹായിക്കണം. കുറവുകളെ പൊറുക്കണം, കൃപ കൊണ്ട് നിറയ്ക്കണം. കർത്താവെ, പ്രത്യേകാൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ശുശ്രൂഷകൾ സംബന്ധിച്ചവർക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളായിട്ട് നീ അവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെ നീ കാണണമേ. അവരുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ മാറ്റണമേ. അവരുടെ ജീവിതത്തിന്റെ താല്പര്യങ്ങളെ നൽകണമേ. ഈ ഒരാഴ്ച കാലം ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെതും സമാധാനത്തിൻ്റെതുമാക്കി തീർക്കണമേ. അത്യധികമായ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. യേശു തമ്പുരാന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.
കർത്താവേ യേശുമിശിഹായുടെ കൃപ നിങ്ങളോടുകൂടി ഇരുന്ന് പുതിയ വർഷം അനുഗ്രഹകരമായി ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കുന്നു. പ്രിയനായ ദൈവത്തിന്റെ കാരുണ്യം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ഈ വർഷം അനുഗ്രഹകരമായി ജീവിപ്പാൻ സ്വർഗം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തിന് നന്ദി പറയുന്നു. ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ശുശ്രൂഷ ഇതിനെ ഭംഗിയായി ക്രമീകരിപ്പാൻ തക്കവണ്ണം സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പലവിധമായിട്ടുള്ള സഹായങ്ങൾ നൽകിയവരുണ്ട്. പ്രത്യേകിച്ചും ഈ ശബ്ദ സംവിധാനങ്ങൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി ക്രമീകരിച്ചത് പ്രിയപ്പെട്ട ജോസഫ് ഷായും ദിനു വരമ്പത്തും സ്റ്റാൻലിയും ചേർന്നിട്ടാണ്. ഈ പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ഇന്ന് 2 പ്രാർത്ഥനകളാണ് നമുക്കുള്ളത്. രമേശ് നഗറും മുരുകേഷ് പാളയായി. ഈ 2 പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലുള്ളവർ അതാത് പ്രാർത്ഥനകളിൽ കൂടി സംബന്ധിക്കണം എന്ന് പ്രത്യേകിച്ച് അറിയിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ നമുക്ക് പതിവ് പോലെ തന്നെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. ഉപവാസ പ്രാർത്ഥനയിൽ താല്പര്യമുള്ള ആളുകൾ കൂടി വരണം. 9 മണിക്ക് ആരംഭിക്കും, 10 മണിക്ക് അവസാനിക്കും. അടുത്ത ഞായറാഴ്ച ഇംഗ്ലീഷ് ഡിവൈൻ സർവീസ് ആണ് നടത്തപ്പെടുന്നത്. ആരാധനയിലും പ്രാർത്ഥനയോടെ നിങ്ങൾ സംബന്ധിക്കണം എന്നറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും. ഗോഡ് ബ്ലെസ്.